ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ചിക്കൻ സോസേജ് കൊണ്ടൊരു റോസ്റ്റാണ്. അതിനായി സോസേജ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാല, ലേശം ഓയിൽ എന്നിവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കത് കോരി മാറ്റാം. വീണ്ടും ബാലൻസ് ആയിട്ടുള്ള എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബാലൻസ് വന്ന ഓയിലിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പു അതെല്ലാം ഒന്ന് ഇട്ട് മൂപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ ആ ഒരു പച്ചച്ചുവ മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസേജ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.